കളക്ട് ക്യാഷ് മെനു ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോക്കൺ ഇല്ലാണ്ട് കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇവിടെ കസ്റ്റഡി, മൊബൈൽ, ഫസ്റ്റ് നെയിം എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കസ്റ്റഡിയിൽ നമ്മളൊരു 3 ഡിജിറ്റ്സ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ ലിസ്റ്റ് ചെയ്യും. ആ കസ്റ്റമർ ഐ ഡി തുടങ്ങുന്നത് ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത കസ്റ്റമറെ സെലക്ട് ചെയ്തു. ഇനി അതല്ല, നമ്മൾ നെയിമാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെ നെയിം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ സെർച്ച് ചെയ്ത് കസ്റ്റമർ ഉണ്ടെങ്കിൽ കസ്റ്റമറുടെ ലിസ്റ്റ് വരും, ഇല്ലെങ്കിൽ ഇങ്ങനെ നോ കസ്റ്റമർ ഓൺ ദിസ് സെർച്ച് ഓപ്ഷൻ എന്ന് അലേർട്ട് വരും. അങ്ങനെയാകുമ്പോൾ നമ്മൾ മൊബൈൽ നമ്പറും ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഹൗസ് നെയിം, പ്ലേസ്, പിൻകോഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമർ രജിസ്റ്റർ ആകും. ഇനി മൊബൈൽ നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ മൊബൈൽ നമ്പർ പോയി സെർച്ച് ചെയ്ത് നമുക്ക് ആ പർട്ടിക്കുലർ കസ്റ്റമറിനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അവിടുന്ന് സെലക്ട് ഓപ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കസ്റ്റമറെ നമ്മൾ സെലക്ട് ചെയ്യും. ദെൻ നമ്മൾ സർവീസ് ഡീറ്റെയിൽസിൽ കാറ്റഗറിയും സർവീസ് ഐറ്റവും ചൂസ് ചെയ്ത് ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ടെങ്കിൽ എത്രയാണോ ആ എമൗണ്ട് അത് എൻ്റർ ചെയ്ത് ഏത് അക്കൗണ്ടിൽ നിന്നാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് അത് എൻ്റർ ചെയ്ത് സേവ് ഇൻവോയ്സ് ചെയ്യുമ്പോൾ ആ കളക്ട് ക്യാഷ് മാർക്കായിട്ടുണ്ടാവും. അവിടുന്ന് നേരെ നമ്മൾ പേയ്മെൻറ്റ്സിലോട്ട് പോകും. പേയ്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് ഫുള്ളോ പാർഷ്യലോ പേയ്മെൻറ്റ് ചൂസ് ചെയ്ത് നമുക്ക് കളക്ട് ആൻഡ് ക്ലോസ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ 1050 നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. ഇനിയല്ല നമ്മൾ ക്യാൻസലാണ് ചെയ്യുന്നതെങ്കിൽ ക്വിക്ക് കളക്ഷൻ ഇൻവോയ്സിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ക്വിക്ക് കളക്ഷൻ ഇൻവോയ്സിൽ നിന്ന് നമുക്ക് കളക്ട് ക്യാഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പേയ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. പേയ്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് കളക്ട് ക്യാഷ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ക്യാഷ് കളക്ട് ചെയ്യും. ദെൻ വീണ്ടും കളക്ട് ക്യാഷ് റീഫ്രഷ് ആകുമ്പോൾ നമുക്കറിയാം ക്വിക്ക് കളക്ഷൻ ഇൻവോയ്സിൽ നിന്ന് ആ 1015 റുപ്പീസ് പോയിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ പകുതി പൈസ മാത്രം വാങ്ങിയിട്ടുള്ളെങ്കിൽ അത് കളക്ട് ബാലൻസ് ആയിട്ട് ആ ബട്ടൺ റീഫ്രഷ് ആവും. അവിടുന്ന് നമുക്ക് ക്യാഷ് എത്രയാണോ ആ ക്യാഷ് നമുക്ക് പേയ്മെൻറ്റിൽ പോയി കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫുള്ളി പെയ്ഡ് ആണെങ്കിൽ ക്വിക്ക് കളക്ഷൻ ഇൻവോയ്സിൽ ആ പേരിലുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയിട്ടുണ്ടാവും. ദെൻ നമ്മൾ വീണ്ടും ഒരു കസ്റ്റമർ ഐ ഡി സെലക്ട് ചെയ്ത് അശ്വതിനെ ചൂസ് ചെയ്തു. അശ്വതി മൾട്ടിപ്പിൾ സർവീസസ് ആണ് ചൂസ് ചെയ്യുന്നത്. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം, ദെൻ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം, അങ്ങനെ 3 സർവീസസ് അശ്വതി ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സമ്മേഷൻ ചെയ്തിട്ട് ടോട്ടൽ 150 റുപ്പീസ് വന്നു. ആ 150 റുപ്പീസ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തപ്പോൾ പേയ്മെൻറ്റ്സിലോട്ട് പോയി. അവിടെ നമുക്ക് ഫുള്ളാണോ പേയ്മെൻറ്റ്, പാർഷ്യലാണോ പേയ്മെൻറ്റ് ചൂസ് ചെയ്യാം. പാർഷ്യൽ ചൂസ് ചെയ്ത് അശ്വതി 50 ആണ് തരുന്നതെന്ന്, 50 രൂപയാണ് നമുക്ക് തരുന്നതെന്ന് പറഞ്ഞു. 100 ബാലൻസ് എമൗണ്ട് വന്നു. ദെൻ ബാങ്ക്, ക്യാഷ് ബോത്ത്. അതിൽ ക്യാഷ് ചൂസ് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിലോട്ട് വരും. ബാങ്ക് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സെൻറ്ററിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ട് നമുക്ക് ചൂസ് ചെയ്ത് പൈസ കിട്ടും. ദെൻ ബോത്താണ് ചൂസ് ചെയ്തതെങ്കിൽ അങ്ങനെ. ഇവിടെ അശ്വതി ക്യാഷ് ടു ഹാൻഡിലോട്ടാണ് പൈസ തന്നത്. ഓക്കെ, ദെൻ ക്യാഷ് മാർക്ക് ചെയ്തു. വീണ്ടും കളക്ട് ക്യാഷിൽ നമ്മൾ വരുമ്പോൾ അശ്വതിയുടെ 150 ആണ് ഇൻവോയ്സ് എമൗണ്ട്. അതിൽ ബാലൻസ് എമൗണ്ട് 100 റുപ്പീസ് എന്ന് മാർക്കായി. അതിൽ നിന്ന് നമ്മൾ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് സർവീസ് ഡീറ്റെയിൽസും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യുന്ന കാണാം. അതിൽ ഇനി പ്രിൻ്റ് ഇൻവോയ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്തതെങ്കിൽ നമുക്ക് ഇൻവോയ്സ് പ്രിൻ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ദെൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബാക്കിലോട്ട് പോയി